ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 ഒരു അടിപൊളി മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് റിസ്കി മിഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗായ്സ്, എല്ലാവർക്കും അറിയാമല്ലോ ഡ്രഗ്സിനെ പറ്റി. നമ്മൾ ഇന്ന് GTA 5 കുറച്ച് ഡ്രഗ്സ് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഡ്രഗ്സ് നമ്മൾ എന്തായാലും കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഡ്രഗ്സ് ഒന്ന് കൈമാറുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് വരണം. അതാണ് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞ സംഭവം അതാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും ഏതെങ്കിലും ഗെയിംസ് വേണം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഇവിടെയാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. നമ്മുടെ വെള്ള വണ്ടി കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി ഇതിനകത്തോട്ട് കൊണ്ടിടാം. എല്ലാം കൂടെ മഴ നനഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇതവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മളിപ്പോൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഇല്ല, നമ്മുടെ ചാനൽ വീണ്ടും ഷോഗോ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല പോലൊരു പവറപ്പ് ആവത്തുള്ളൂ ഗൈസ്. എന്തായാലും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും നമ്മുടെ മിഷൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇതാണ് ഒരു പട്ടി ഗൈസ്. ഈ ഒരു പട്ടിയെ നമുക്ക് കിട്ടും. ഈ ഒരു മിഷനോടെ തന്നെ നമുക്ക് ഈ ഒരു ഡോഗിനെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അതായത് നമ്മുടെ റോഡ് വീലറിനെ നമുക്ക് കിട്ടും. എന്തായാലും നമ്മൾ വണ്ടി ഓടിക്കണം ഗൈസ്. വണ്ടി ഓടിക്കണം. നമ്മൾ എന്താണേലും എവിടാണേലും നമുക്കാണ് വണ്ടി ഓടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തന്നെ വണ്ടി ഓടിക്കാൻ വേണം ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോവാം. ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോവ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടാ, അങ്ങനെയാണ് ഇവർ പറയുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോവാം ഗൈസ്. ഈ വരുന്ന സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം പരിചയമുള്ള ഒരു സ്ട്രീറ്റ് ആയിരിക്കും. അതായത് GTA സാൻ ആൻഡ്രിയാസോ കാര്യങ്ങളൊക്കെ കളിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്ട്രീറ്റ് അത്യാവശ്യം നല്ല പരിചയമുള്ള സ്ട്രീറ്റ് ആയിരിക്കും ഗൈസ്. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നേരെ ഇനി നമ്മുടെ മിഷൻ്റെ അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മുടെ മറ്റേ വലിയൊരു ടക്കുട് പട്ടിയാണ് നടന്നു പോകുന്നത്. എന്തോ മുട്ടിഞ്ഞ സൈസ്. അതിനൊക്കെ എപ്പോഴും തീറ്റ കൊടുത്ത് അങ്ങ് ഇതാക്കി വെച്ചേക്കോ. അങ്ങ് തിന്ന് കൊഴുത്തിരിക്കുകയാണ് പട്ടി ഗൈസ്. പിന്നെ അതിൻ്റെ ടെയിലൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവ് ആവും. അങ്ങനെയാണ് റോഡ് വീലറിൻ്റെ കേസിലൊക്കെ ടെയിലൊക്കെ കട്ട് ചെയ്ത് കളയുമ്പം കുറച്ചുകൂടെ അഗ്രസീവ് ആവുന്നതെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടാ ഗൈസ് നമ്മുടെ പട്ടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. സാധനം കൊണ്ടാണ് വന്നിട്ടുണ്ട്. നമ്മൾ പൈസയൊക്കെ തുറന്ന് കാണിച്ചു. നമ്മുടെ ഇഷ്ടം പോലെ പൈസയാണ്. പൈസ ഒന്നൊരു പ്രശ്നമേ ഇല്ല. പൈസയൊക്കെ പോട്ടെ, പവർ വരട്ടെ, അതാണ് ഗൈസ്. ഉദയണ്ടാവൻ വലിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവൻ ഇഷ്ടപ്പെട്ടു. സാധനം വാങ്ങിച്ചിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കാൻ പോവാ ഗൈസ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്കിനിയും 2 കൈ നീട്ടി സാധനം അങ്ങോട്ട് വാങ്ങാം ഗൈസ്. എന്തായാലും ഇവനെ ഉടക്കി തുടങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. ഇവൻ ഇവിടെ എല്ലായിടത്തും പോകുമ്പോൾ ഈ മുടിഞ്ഞവൻ എപ്പോഴും ഉടക്കുണ്ടാക്കും ഗൈസ്. ഇവൻ എന്തോ അതിൻ്റെ സോക്കേടെ. ഇത് അത് ടേപ്പോ ഗൈസ്? അതെന്തോ സംഭവമാണെന്ന് ഒരു പിടിയില്ല. ഓ ഗൈസ്, എന്തോ ചതിച്ചെന്ന് തോന്നുന്നു. പ്രശ്നമുണ്ടായി ഗൈസ്. ഓ സീനായി ഗൈസ്. ഇവിടെ എല്ലാം അവന്മാരുടെ പടം വന്നിട്ടുണ്ട്. അവന്മാരെല്ലാം നമ്മളെ കൊല്ലും ഗൈസ്. അതിന് മുന്നേ നമുക്ക് അവന്മാരെ കൊല്ലണം ഗൈസ്. നമ്മുടെ ഒരു ടക്കുറു പട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ റോഡ് വീലർ എന്നൊക്കെ പറയുന്നത്. അവനൊക്കെ വലിയ അഗ്രസീവാന്നൊക്കെ ഞാൻ വിചാരിച്ചു. അവൻ്റെ സൈസും നടത്തമൊക്കെ കണ്ടപ്പോൾ ഗൈസ് ആ മുടിഞ്ഞവൻ ആദ്യം ഓടി ഗൈസ്. അവനൊക്കെ എന്തോതിന് കൊണ്ടുവന്നതെന്നൊന്നും ഒരു പിടിയില്ല. ചുമ്മാ ഒരു പഴം പോലത്തെ ഒരു പട്ടി ഗൈസ്. ഇവനൊക്കെ എന്തിനാണ് പട്ടി എന്ന് വിളിക്കുന്നത് ഗൈസ്? ഓ, ഇവിടെ എല്ലാ ആളും ഓടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ഗൈസ്. ഉറപ്പായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഇവിടെ ഒത്തിരി പേരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ കാറിലൊക്കെ വന്നാണ് ഗൈസ്. അതും ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ വരുന്നത്. അവിടെ നിന്നേ വന്ന് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ വന്നിട്ടാണ് ഗൈസ് ചാടി ഇറങ്ങുന്നത്. ഓക്കെ, നമ്മൾ അത്യാവശ്യം കവർ രീതിയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാറ് ഗൈസ്. അതുകൊണ്ട് സീനൊന്നും ഇല്ല. നമുക്ക് നല്ലൊരു കവർ കിട്ടും ഗൈസ്. നല്ലൊരു കവർ കിട്ടും. നല്ലൊരു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കവറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഗൈസ്. അതുകൊണ്ടൊന്നും പേടിക്കുകയില്ല. നമുക്ക് ആദ്യമേ നമ്മുടെ ലൈഫ് ഒന്ന് കൂട്ടാം ഗൈസ്. ഇത് നോക്കാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ആൾക്കാരുണ്ടോ? മാക്സിമം ആൾക്കാരെ കൊല്ലുക
ഗൈസ്. എന്നിട്ട് ഇവന്മാരെ എല്ലാത്തിൻ്റെ ആൾക്കാരെ കൊന്നിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വിടാൻ ഗൈസ്. നമ്മൾ വേഗം ഫ്രാങ്ക്ലിനോട്ടായിട്ടുണ്ട്. നമ്മൾ വേഗം തന്നെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് തന്നെ കളിക്കുക. ഫ്രാങ്ക്ലിന് ഇഷ്ടം പോലെ ആൾക്കാർ കൊല്ലമുണ്ട് കേട്ടോ, സത്യം പറയാലോ. ഒത്തിരി പേരുണ്ട് ഫ്രാങ്ക്ലിൻ്റെ അടുത്ത്. ഓക്കെ നമ്മുടെ മച്ചാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മളും കുറച്ച് പേരെ അത്യാവശ്യം കൊല്ലുന്നുണ്ട് ഗൈസ്. ഇവൻ നമ്മുടെ ടീമല്ലേ ഗൈസ്. ഈ മുടിഞ്ഞവന്മാർ 2 എണ്ണം ഒരേ വെല്ലിന് ഇട്ടേക്കുന്നത്. വേറൊരുത്തരുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള അവനും എല്ലാം ഇവന്മാരുടെ ടീമെല്ലാം ഒരേ ടീഷർട്ടൊക്കെ എല്ലാം വെള്ള. മറ്റവനും വെള്ള, ഇവനും വെള്ള. ഇവനൊക്കെ ഏതാണെന്ന് വെച്ചിട്ടാ, ഇവനൊക്കെ സ്വന്തം ടീമാണോ എന്നൊക്കെ ആർക്കറിയാം ഗൈസ്. അതുകൊണ്ട് അവൻ കാറേ നിറങ്ങിയതുള്ളൂ, ഒരു വെടി കൊടുത്തു. ഓക്കെ ഗൈസ്. എത്ര പേരാന്ന് പറ, ഇഷ്ടം പോലെ ആൾക്കാർ ഗൈസ്. പോലീസ് വരുന്നുണ്ട് ഗൈസ്. വണ്ടിയൊന്നും എടുക്കണ്ട ഗൈസ്. ഇവൻ നമ്മുടെ ടീമായിരുന്നു. ഇവന്മാരെല്ലാം വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് എങ്ങനെ മനസ്സിലാക്കാനാ? വെള്ളന്മാരെല്ലാം വെള്ള, പിന്നെ എങ്ങനെ? എതിരെ വരുന്ന ടീമിൻ്റെ കളറും വെള്ള, കൂടുള്ളവൻ്റെയും കളറ് വെള്ള ഗൈസ്. എന്ത് ചെയ്യാനാന്ന് പറ. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇവനെന്താ ഷൂട്ടിങ് എന്തോ സംഭവം നടപ്പുണ്ട്. ഇവനെന്താ തോക്ക് ചൂണ്ടി അവരെ പേടിപ്പിച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്പീഡ് ബോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മച്ചാൻ ഓടി വരുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് പുള്ളി. ഓക്കെ, ഫ്രാങ്ക്ലിനും വണ്ടി കയറിയിട്ടുണ്ട്. അവൻ്റെ പുറകിലൊരു പെണ്ണിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം അവൻ്റെ പുറകിലൊരു പെണ്ണിരിപ്പുണ്ട്. നമ്മൾ 2 പേരും സിംഗിളാണ്, ഒറ്റയ്ക്കാണ് ഞങ്ങൾ 2 പേരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവനെ ഫോളോ ചെയ്യണം. ഗൈസ്, ID എന്നൊക്കെ വരുന്നു. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു ഗൈസ്? ഇവനൊന്നും വേറെ പണിയില്ല. ഇവനൊക്കെ എന്തിനാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത് ഗൈസ്? പക്ഷേ പോലീസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സീനാവും. നല്ല സീനാവും. നമ്മളെ എന്തായാലും തൂക്കും ഗൈസ്. നമ്മൾ അതിന് മുന്നേ രക്ഷപ്പെടണം ഗൈസ്. നമ്മൾ ഈ കടലിൻ്റെ ഇതാണ് സീൻ. എനിക്ക് ആകെ ഇഷ്ടമല്ലാത്തൊരു സ്ഥലം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഗൈസ്. ആ സിറ്റി ഏരിയയൊക്കെയാണ് നമുക്ക് എങ്ങനെയൊക്കെ വണ്ടി കൊണ്ടൊക്കെ പോവാം. ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനക്കേട് പിടിച്ച് കവറില്ല ഗൈസ്. സത്യം പറയല്ല, നല്ലൊരു കവറില്ല. നമ്മളിപ്പോൾ ഇതിൽ വീടുവാണെങ്കിൽ വെടി കൊണ്ട് ചാവുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ്, അറിയാതെ വല്ല നമ്മൾ F-ലും എല്ലാം ക്ലിക്ക് ചെയ്ത് അപ്പോഴേ ഇവൻ സ്പീഡ് ബോട്ടിൽ നിന്ന് എടുത്ത് ചാടുവാണെങ്കിൽ കഴിഞ്ഞു ഇവിടെ കളി. പിന്നെ ഒരു കളിയില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ ഇല്ലേ, നമുക്ക് വേഗം തന്നെ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഓടിപ്പോയി വണ്ടി എടുക്കാം, അല്ല അടുത്തോടെ ഒരു വണ്ടി പോയി അതിൽ ചാടി കയറാം, എന്തെങ്കിലും ചെയ്യാം. ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല ഗൈസ്. നമ്മളോട് പറഞ്ഞേക്കുന്ന പോലീസിനെ കളയാനാണ് ഗൈസ്. ഈ 3 സ്റ്റാറുള്ള പോലീസിനെ ഞാൻ എങ്ങനെ കളയാനാണ്? ഹെലികോപ്റ്റർ വരെ ഉണ്ട്. അവൻ കരയ്ക്കെടുത്ത് ഗൈസ്. അവൻ നൈസായിട്ട് കളയും, നമ്മൾ മൂഞ്ചു. ഓക്കെ, ഗൈസ്, ശുഭലക്ഷണം. സംഭവം വർക്കാവുന്നേ ഇല്ല ഗൈസ്. നമ്മൾ ആ ഒരു ചീറ്റ് ആക്ടിവേറ്റ് ആകത്തില്ല. നോക്കട്ടെ ഒന്നുകൂടെ ഗൈസ്. ഇല്ല, ചീറ്റ് ആക്ടിവേറ്റ് ആകത്തില്ല. നമ്മൾ അല്ലാതെ തന്നെ കളയണം ഗൈസ്. അല്ലാതെ ഇതെങ്ങനെ കളയാനാ ഗൈസ്? ഒരു മെനക്കേട് പിടിച്ചൊരു മെഷീനാണ് കേട്ടോ ഇത്. സത്യം പറയാൽ ഈ കടലിൻ്റെ ഈ സൈഡിൽ പോയിട്ട് നമ്മൾ എങ്ങനെ കളയാനാ ഗൈസ്? ഇവിടെ എല്ലാം പോലീസുകാരും ഉണ്ട് ഗൈസ്. ഈ ഒരു സ്ഥലത്തങ്ങോട്ട് നിൽക്കാം അല്ലേ? ഇവിടെ അങ്ങോട്ട് നിൽക്കാം. അയ്യോ ഗൈസ്, ഒത്തിരി അങ്ങോട്ടോട്ടായിപ്പോയി ബോട്ട്. നമ്മൾ മര്യാദയ്ക്ക് നിൽക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ ഗൈസ്. ഒന്നും നടന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. ഓക്കെ, നമ്മുടെ സ്പീഡ് ബോട്ടും പോയി ഗൈസ്. എല്ലാം പ്രശ്നമായി. പോലീസുകാരുടെ വണ്ടിയെങ്കിൽ പോലീസുകാരുടെ വണ്ടി ഗൈസ്. ഇതേലും കിട്ടിയാൽ മതിയായിരുന്നു. അതും കിട്ടിയില്ല. അതിൽ ചത്ത് ഗൈസ്. ചത്തു. ഉറപ്പായിട്ടും നമ്മൾ ചാവും മിക്കവാറും. ഇപ്പം തന്നെ നമ്മൾ ചാവും. 100% ചാവും ഗൈസ്. നമ്മുടെ ലൈഫൊക്കെ കുറവാണ്. നമുക്ക് ഇഷ്ടം പോലെ ഷോട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പം തീരും. തീരാറായി. വണ്ടി കിട്ടി. രക്ഷപ്പെട്ടു ഗൈസ്. നമ്മുടെ വണ്ടി പൊതഞ്ഞ് വേറെ എങ്ങും പൊതയാൻ സ്ഥലം കിട്ടിയില്ല. അവിടെ തന്നെ കറക്റ്റ്. ഓക്കെ, നമ്മൾ വീണ്ടും ലൈഫ് കൂട്ടിയിട്ടുണ്ട് ചീറ്റ്.
ചീറ്റ് കോഡ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ലൈഫ് കൂട്ടി. ഗൈസ് ഇവിടെ എല്ലാം ചള്ളയാണ്. നമ്മൾ ഇനി ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ട്, വണ്ടി കിട്ടി. ഈ ഒരു ഏരിയയിൽ കൂടെ പോകാൻ പറ്റിയൊരു വണ്ടി ഇതാണ് ഗൈസ്, സത്യം പറയാമല്ലോ. നമുക്ക് സ്മൂത്തായിട്ട് പോവാം. നല്ല ഷോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം പാറയുടെ മണ്ടയ്ക്കൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും. ഇതേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മര്യാദയ്ക്ക് പോകാൻ പറ്റും. ചില വണ്ടികളൊക്കെയാണ് പറ്റില്ല ഗൈസ്. ഇതേ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും ഗൈസ്. ഇതേ നമ്മൾ സ്മൂത്തായിട്ട് ഇപ്പുറത്തെ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് പോലീസിൻ്റെ 3 സ്റ്റാർ ബ്ലിങ്ക് ചെയ്യുന്നില്ല, ഇപ്പോഴും നല്ലപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നമ്മുടെ വണ്ടി വീണ്ടും പോയി ഗൈസ്. ഈ ഒരു ഏരിയയിലൊന്നും ഇതില്ല, എന്താ പറയുക, സൈഡ് ഒന്ന് പിടിച്ച് നിൽക്കാനുള്ളൊരു ഗ്യാപ്പില്ല ഗൈസ്, അതില്ല. ഡയറക്റ്റ് വെള്ളത്തിലോട്ടായിരുന്നു. അപ്പോഴേ വെള്ളത്തിൽ വണ്ടി പോയി, നമ്മൾ മൂഞ്ചി ഗൈസ്. ഓക്കെ, നമ്മൾ സൈഡിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മളെ പിടിക്കും. ഇല്ല ഗൈസ്, ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇതാവും, എന്താ ക്രോപ്സൊക്കെ നമ്മളിപ്പോൾ വിട്ടുപോകും. ഇനി നമ്മളിപ്പോൾ രക്ഷപ്പെടും ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് വേണം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ആ ഒരു ഗെയിംസ് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ലാപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു ഗെയിംസ് കൊണ്ടുവരും ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വീണ്ടും വീണ്ടും ഗെയിംസ് ഇടാനുള്ള ഒരു എന്താ പറയുക, ഒരു പവർ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ.